Dear students, നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ സബ്സിഡറി കമ്പനിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിച്ചു അല്ലേ. ഇനി നെക്സ്റ്റ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, on 1st April 2019, X Limited acquired 70% of equity shares and 40% of preference shares of Y Limited for rupees 2,25,000 and 25,000 respectively. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ രണ്ട് കമ്പനി ഉണ്ട്, എക്സ് കമ്പനി ആൻഡ് വൈ കമ്പനി. അപ്പോൾ എക്സ് കമ്പനിയാണ് എന്ത് പാരന്റ് കമ്പനി, വൈ പാരന്റ് കമ്പനി ഈസ് അക്വയറിങ് ഷെയർസ് ഓഫ് വിച്ച് കമ്പനി, വൈ കമ്പനിയുടെ ഷെയർസ് ആണ് പാരന്റ് കമ്പനി എന്ത് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. So X പറയുന്നത് parent company and Y is the subsidiary company. So X is the parent company and Y is the subsidiary company. Now X company എത്രയാണ് equity shares purchase ചെയ്യുന്നത്, 70%. Y കമ്പനിയുടെ 70% ഓഫ് ഇക്വിറ്റി ഷെയർസും 40% ഓഫ് പ്രിഫറൻസ് ഷെയർസും എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 70% പറയുന്നത് എന്താണ്, CI% ഓഫ് ഇക്വിറ്റി ഷെയർസ്, 40% പറയുന്നത് എന്താണ്, CI% ഓഫ് പ്രിഫറൻസ് ഷെയർസും. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ NCI% എത്രയാണ്, 30% ആണ് എന്ത്, NCI% ഇക്വിറ്റിയിൽ. പ്രിഫറൻസിൻ്റെ NCI% എന്ന് പറയുന്നത് എത്രയായിരിക്കും, 60% ആണ് NCI%. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കാരണം ഇവിടെ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഉള്ളതുകൊണ്ട് രണ്ടിനും സെപ്പറേറ്റ് എന്താണ് ഹോൾഡിങ്സ് ആണ് ആർക്കുള്ളത്, എക്സ് ലിമിറ്റഡിനുള്ളത്. സോ ഡെഫിനറ്റ്ലി NCIയിലും എന്ത് വരും, ചേഞ്ചസ് വരും. നോക്ക്, ഇക്വിറ്റി ഷെയർസിൽ 70% ആണ് എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് 30% ആണ് ഔട്ട്സൈഡേഴ്സിനുള്ളത്. അപ്പോൾ ഔട്ട്സൈഡേഴ്സിനുള്ളത് NCI% എത്രയാണ്, 30% ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. അതേപോലെ എക്സ് ലിമിറ്റഡ് പാരന്റ് കമ്പനി 40% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 40% എന്താണ്, CI%. സോ ബാലൻസ് 60% പറയുന്നത് എന്താണ്, NCI%. സോ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ പർച്ചേസ് ചെയ്യുന്നത് എത്രയ്ക്കാണ്, ഇക്വിറ്റി ഷെയർസ് വന്നിട്ട് ഈ 70% ഓഫ് ഇക്വിറ്റി ഷെയർസ് ഫോർ ഹൗ മച്ച് റുപ്പീസ് ദേ ആർ പർച്ചേസിങ്, 2,25,000 ആണ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് പ്രിഫറൻസ് ഷെയർസ് 40% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ദേ ആർ അക്വയറിങ് ഇറ്റ് ഫോർ 25,000 റുപ്പീസിനാണ് അക്വയർ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഓൺ ദ അബൌട്ട് ഡേറ്റ് the general reserve and surplus of Y Limited shows a balance of rupees 30,000 and 6,000 respectively. So on the above date പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്, 1st April 2019 ജനറൽ റിസർവ് പറയുന്നത് എത്രയാണ്, 30,000 ഉണ്ട്. ബാലൻസ് ഇൻ ദ ജനറൽ റിസർവ് ഇസ് ഹൗ മച്ച്, 30,000 ഉണ്ട്. സർപ്ലസ് വൈ ലിമിറ്റഡിലുള്ള സർപ്ലസ് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 6,000 റെസ്പെക്റ്റീവ്ലി. സോ ഓൺ 1st April 2019 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ട്രീറ്റഡ് ആസ് ഓപ്പണിംഗ് അല്ലെങ്കിൽ എന്താണ്, പ്രീ അക്വസിഷൻ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്, 36,000. 30,000 ജനറൽ റിസർവ്, 6,000 പറയുന്നത് പ്രോഫിറ്റ്. അപ്പോൾ ഇത് രണ്ടും എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, കാരണം നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് പറയുന്നത് ഇവിടെ നോക്കുക, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഷോസ് ഓൺ 31st March 2020. ഈ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് പറയുന്നത് എപ്പോഴത്തെ ബാലൻസ് ഷീറ്റാണ്, 31st March 2020. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന റിസർവ്സും സർപ്ലസ് എപ്പോഴത്തെയാണ്, 1st April 2019. സോ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് പറയുന്നത് 1st April 2019 to 31st March 2020 ആണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് 30,000 and 6,000 റെസ്പെക്റ്റീവ്ലി. സോ ദീസ് ടു ആർ ട്രീറ്റഡ് ആസ് എന്താണ്, ടുഗദർ ഈസ് ട്രീറ്റഡ് ആസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഓക്കെ, നൗ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, എക്സ് ലിമിറ്റഡ് ആൻഡ് വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് ആസ് ഓൺ 31st March 2020 ബാലൻസ് ഷീറ്റ് ആണ്. സോ ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. അണ്ടർ ദാറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിൽ ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. ഇക്വിറ്റി പറയുന്നത് എക്സ് ലിമിറ്റഡിന് 8 lakhും വൈ ലിമിറ്റഡിന് എത്രയാണ്, 2,50,000. In case of preference shares, X Limited doesn't have any preference shares, whereas Y Limited having the preference shares of rupees 50,000. Then reserves എന്ന് പറയുന്നത് X Limited 1,20,000, Y Limited 35,000. Then surplus പറയുന്നത് X Limited 80,000, Y Limited 26,000. Current liability എന്ന് പറയുന്നത് 1,80,000, Y Limited 39,000.
സോ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ലയബിലിറ്റി സൈഡ് ടോട്ടൽ പറയുന്നത് എക്സ് ലിമിറ്റഡ് 12,50,000 ആൻഡ് ഫോർ വൈ ലിമിറ്റഡ് ഇറ്റ് ഈസ് 4 lakh rupees. So after going through the liability side, next we will go through the asset side. Asset side details നോക്കാം. That is tangible net asset. Tangible net asset means what? Fixed net assets. So in that case, for X limited it is 10 lakh rupees and for the Y limited it is 4 lakh rupees. Then non-current investment in the Y limited at cost. So ഇവിടെ X limited Y limited ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. So totally how much? 2,50,000 ആണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. This is the consideration paid ആണ്. Consideration paid എത്രയാണ്? 2,50,000. In that 2,50,000 2,25,000 for equity shares and 25,000 for preference shares. അങ്ങനെയാണ് 2,50,000 വരുന്നത്. ഓക്കെ, ഇനി എക്സ് ലിമിറ്റഡ് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 12,50,000 and for Y limited it is 4 lakh rupees. Now additional information നോക്കാം. The share capital of Y limited consists of 25,000 equity shares of rupees 10 each. So here Y limited share capital equity shares എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000 ആണ്. അപ്പോൾ ഈ 2,50,000 എന്ന് പറയുന്നത് എങ്ങനെയാണ്? That is 25,000 shares of rupees 10 each. So 25,000 into 10 പറയുമ്പോൾ 2,50,000. Okay, and 508% preference shares of rupees 108. Here total preference shares total value എത്രയാണ്? 50,000. ഈ 50,000 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 500 preference shares ആണ് of rupees 100 each. So 500 into 100 it is 50,000. Okay, and the percentage is how much? 8%. So dividend കൊടുക്കേണ്ട percentage എത്രയാണ്? 8%ലാണ് dividend നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഇനി prepare the consolidated statement of financial position as on 31st March 2020. So after consolidation ശേഷം on 31st March 2020 എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് വി വോണ്ട് ടു ഗോ ഫോർ ദ അഡ്ജസ്റ്റ്മെന്റ്സ്. അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെല്ലാം നോക്കാം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സിൽ നമുക്ക് ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കേണ്ട ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ ഇപ്പോൾ NCI കണ്ടുപിടിക്കുമ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഗുഡ് വിൽ കണ്ടുപിടിക്കണം. സോ അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം വന്നിട്ട് NCI കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കാം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് എത്രയാന്ന് നോക്കാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ റിസർവിൽ 30,000 ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ഡേറ്റിൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് അക്കൗണ്ടിങ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് പറയുന്നത് എത്രയാണ്? ജനറൽ റിസർവിൽ 30,000, പ്രോഫിറ്റിൽ എത്ര വരുന്നുണ്ട്? 6,000. സോ ടുഗദർ ഇറ്റ് ഈസ് ഹൗ മച്ച്? 36,000. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ജനറൽ റിസർവിൽ എത്രയാണ്? 30,000 ആൻഡ് സർപ്ലസ് 6,000. സോ ടോട്ടലി 36,000 ആണ് നമുക്ക് എന്ത് വരുന്നത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ് we want to go for post acquisition profit. Why we want to calculate pre acquisition profit and post acquisition profit? ഇതിൽ ഈ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം എന്തുകൊണ്ടാണ്? പ്രിഫറൻസ് ഷെയർസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് NCI കാൽക്കുലേഷൻസിലൊക്കെ വരുന്ന സമയത്ത് NCIയിലും ഗുഡ് വിൽ കാൽക്കുലേഷൻസിൽ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും രണ്ടും കണ്ടുപിടിക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് സെപ്പറേറ്റ്, അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് സെപ്പറേറ്റ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. സോ പ്രീ അക്വിസിഷൻ കഴിഞ്ഞു. ഇനി പോസ്റ്റ് അക്വിസിഷനിൽ ഇവിടെ ശ്രദ്ധിക്കൂ. ആദ്യം നമുക്ക് വേണ്ടത് പോസ്റ്റ് അക്വിസിഷനിൽ സർപ്ലസ്ഡ് പ്രോഫിറ്റ് ആദ്യം നോക്കാം. പ്രോഫിറ്റ് എത്രയാണ്? 26,000 ആണ് പ്രോഫിറ്റ് ഉള്ളത്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ആണ് 26,000. അപ്പോൾ ഈ 26,000 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 6,000 ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ കാൽക്കുലേഷൻ ഫോർ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലെ റവന്യൂ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 26,000. ഓക്കെ, ഫ്രം ദാറ്റ് യു ഹാവ് ടു ഡിഡക്ട് ദ ഓപ്പണിംഗ് ബാലൻസ്. 6,000 ഡിഡക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മൾ ജനറൽ റിസർവ് കേസിൽ എടുക്കുമ്പോൾ ഓപ്പണിംഗ് എത്ര വന്നിട്ടുണ്ട്? 30,000 ആണ്. ക്ലോസിംഗ് പറയുന്നത് എത്രയാണ്?
35,000 ആണ്. സോ ഓപ്പണിംഗ് 30,000 ക്ലോസിംഗ് 35,000 പറയുമ്പോൾ ദർ ഇസ് എൻ ഇൻക്രീസ് ഓഫ് 5,000 ജനറൽ റിസർവിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നോക്കുക 30,000 35,000 ആയിട്ട് വന്നിട്ടുണ്ട്. സോ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ജനറൽ റിസർവ്. ഹൗ മച്ച്? 5,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഈ 5,000 യൂഷ്വലി ജനറൽ റിസർവിനുള്ള ഫണ്ട് നമ്മൾ എവിടെ നിന്നാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫ്രം ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ എവിടേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്? ജനറൽ റിസർവിലേക്ക്, മറ്റുള്ള റിസർവിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് നിന്നാണ് ഇവിടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ജനറൽ റിസർവ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 5,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി പ്രോഫിറ്റിൽ എത്രയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം? 5,000 കൂടെ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ? കാരണം ഓൾറെഡി ട്രാൻസ്ഫേർഡ് നമ്മൾ ചെയ്തിട്ടാണ് ഇപ്പം നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് 26,000 വന്നിരിക്കുന്നത്. അപ്പം ആക്ച്വലി ഇവിടുത്തെ ഈ 5,000 ആക്ച്വലി എവിടേക്കാണ് പോകേണ്ടത്? സർപ്ലസിലേക്ക് പോകേണ്ട എമൗണ്ട് ആണ്. Let me explain once again. That is ജനറൽ റിസർവിലും മറ്റുള്ള റിസർവ്സിലേക്കൊക്കെ ഫണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന് എടുത്തിട്ടാണ്? സർപ്ലസ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ജനറൽ റിസർവ് 5,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 30,000 whereas closing balance 35,000. It means what? 5,000. There is an increase of 5,000 in the general reserve. How this increase came? ഈ ഇൻക്രീസ് എവിടെ നിന്നാണ് വന്നത്? ദാറ്റ് ഈസ് ഫ്രം ദ ട്രാൻസ്ഫർ ഫ്രം ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടിരിക്കുകയാണ്. പ്രോഫിറ്റിൽ നിന്ന് അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് ആണ് ഈ 5,000 എക്സ്ട്രാ. ഇസ്ന്റ് ഇറ്റ്? സോ ദിസ് 5,000 വി വോണ്ട് ആക്ച്വലി ഈ 5,000 എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ് ഏത്? ഈ 5,000 എന്ന് പറയുന്നത്. So that's why we are reback adding. Transfer to general reserve എത്രയാണ്? 5,000 നമ്മൾ ആഡ് ചെയ്യണം. സോ നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25,000 ആണ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. സോ കറണ്ട് ഇയർ ഈ വർഷം ഈ അക്കൗണ്ടിങ് പീരിയഡ് ദാറ്റ് ഇസ് ഫ്രം 1st April 2019 to 31st March 2020 വരെയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്, കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25,000. ഈ 25,000 ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? നമ്മളിവിടെ ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിഫറൻസ് ഡിവിഡൻഡ് അക്വേർഡ് should be and then deducted from out of the profit of the subsidiary company. Subsidiary companyയുടെ പ്രോഫിറ്റിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾക്കുള്ള കറണ്ട് ഇയർ പ്രോഫിറ്റ് പറയുന്നത് എത്രയാണ്? 25,000 ആണ്. അപ്പോൾ ഫ്രം ദിസ് 25,000 വി വോണ്ട് ടു ഡിഡക്റ്റ് വിച്ച് വൺ? പ്രിഫറൻസ് ഡിവിഡൻഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് അലോക്കേഷൻ ചെയ്യാൻ ഫോർ ദ പാരന്റ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണെന്ന് നോക്കാം. പ്രിഫറൻസ് ഡിവിഡൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 8% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസിൻ്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് 8%. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പ്രിഫറൻസ് ക്യാപിറ്റൽ എത്രയാണ്? 50,000. സോ 50,000 8% ആണ് എന്ത് പറയുന്നത്? പ്രിഫറൻസ് ഡിവിഡൻഡ്. സോ വി ഹാവ് ടു ഡിഡക്ട് ദ പ്രിഫറൻസ് ഡിവിഡൻഡ്. ദാറ്റ് ഈസ് 50,000 8% പറയുമ്പോൾ 4,000. So 25,000 minus 4,000 you will get how much? 21,000. This 21,000 is the post acquisition profit. 21,000 ആണ് post acquisition profit. ഈ post acquisition profit എന്ന് വേണം പാരന്റ് കമ്പനിക്കും NCIയും നമ്മൾ എന്ത് ചെയ്യാൻ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അലോക്കേറ്റ് ചെയ്യാൻ. So our post acquisition profit is 21,000 and pre acquisition profit is how much? 36,000. ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് NCIയിലാണ്. കാൽക്കുലേഷൻ ഫോർ NCI, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് NCI കാൽക്കുലേറ്റ് ചെയ്യാൻ 2-3 മെത്തേഡ് നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പോകേണ്ട മെത്തേഡ് ഏതാണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് മെത്തേഡിലേക്ക്, ദാറ്റ് ഈസ് നെറ്റ് അസറ്റ് അക്വേർഡ് അല്ലാതെ മെത്തേഡിലേക്ക് വേണം പോകാൻ. കാരണം ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഫോർ ദ പാരന്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയുടെ പാരന്റ് കമ്പനിയുടെ അതുപോലെ എന്താണ് ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണാനുള്ളത് കൊണ്ട്. സോ ഹിയർ കാൽക്കുലേഷൻ ഓഫ് NCIയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ NCIയുടെ കാൽക്കുലേഷൻ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ഓഫ് NCIയുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി കമ്പനിയും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി കമ്പനി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മെത്തേഡ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ പോവാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ NCI കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം എൻ സി എയിൽ. അപ്പോൾ ഇവിടെ ടോട്ടലി ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ എത്രയാണ് നോക്കൂ, 2,50,000. ഈ 2,50,000 ഇക്വിറ്റി ഷെയർസ് നോക്കി എൻ സി ഐ പെർസെൻറ്റേജ് എത്രയാണ് 30%. അപ്പോൾ ഇക്വിറ്റി ഷെയർസിൽ 30% ആണ് ആർക്കുള്ളത്, ഔട്ട്സൈഡേഴ്സിനുള്ളത്. അതേപോലെ പ്രിഫറൻസ് ഷെയർസിൽ എത്ര പെർസെൻറ്റേജ് ആണ് 60%. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ മെത്തേഡിലേക്ക് പോകുന്നത്, കാരണം ഇവിടെ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് ഡിഫറൻസ് ആയതുകൊണ്ട്. അപ്പോൾ ആദ്യം വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസിൽ നോക്കാം. 2,50,000 30% പറയുമ്പോൾ 75,000. Then value of preference shares value എത്രയാണ് 60%. That is 50,000 60% പറയുമ്പോൾ 30,000. So shares കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും എടുക്കണം. ഇല്ല, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇവിടെ നോക്കുക 36,000. ഔട്ട് ഓഫ് ദിസ് 36,000 എത്ര പെർസെൻറ്റേജ് ആണ് 30%. ഓക്കെ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 30% ആണ് എടുക്കേണ്ടത്. സോ 36,000 30% പറയുമ്പോൾ 10,800. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ദാറ്റ് ഈസ് 21,000 എത്ര പെർസെൻറ്റേജ് ആണ് 30%. സോ 6,300. ഇവിടെ ശ്രദ്ധിക്കുക, ഇതെല്ലാം ആഡ് ചെയ്ത് വരണം. ആദ്യം ഇക്വിറ്റി ഷെയർസിലുള്ള ഷെയർസ് എൻ സി ഐ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ. അപ്പം കമ്പനിയിൽ ഈ സബ്സിഡറി കമ്പനിയിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർസ് എന്തൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർസിൽ അവർക്ക് ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയർസിലുണ്ട്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഷെയർ ഉണ്ട്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ ഷെയർ ഉണ്ട്, ആസ് വെൽ ആസ് പ്രിഫറൻസ് ഡിവിഡൻഡിൽ ഷെയർ ഉണ്ട്. അപ്പോൾ ടോട്ടലി 5 ഷെയർസ് അവർക്കുണ്ട്. ഈ 5 ഷെയറും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് എൻ സി ഐ വരുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ അവരുടെ വാല്യൂവിൽ എത്രയാണ് 2,50,000 30% വാല്യൂ ഉണ്ട്. സോ 75,000. പ്രിഫറൻസ് ഷെയർസിൽ അവരുടെ ഷെയർസ് പറയുന്നത് എത്രയാണ് 50,000 60%. സോ ഇറ്റ് ഈസ് 30,000. ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ അവരുടെ ഷെയർ പറയുന്നത് എത്രയാണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 36,000 30%. സോ 10,800. Then share in the post acquisition profit that is 21,000 അവരുടെ ഷെയർ എത്രയാണ് 30%. So 6,300. Now they are having share in the preference dividend also. Preference dividendലും അവർക്ക് എന്തുണ്ട്, ഷെയർ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി എൻ സി ഐ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കിംഗ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ എൻ സി ഐ ഇൻക്ലൂഡ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് ഹെൽഡ് ബൈ ദ ഔട്ട്സൈഡർ പ്ലസ് ഡിവിഡൻഡ് അക്വേർഡ് ഓൺ ദം. സോ അവരുടെ ഡിവിഡൻഡും നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. അപ്പോൾ അക്വിസിഷൻ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇത് മാത്രമല്ല, അവർ അക്വിസിഷൻ പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ മാത്രമല്ല എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻക്ലൂഡ് ചെയ്യണം. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് ഹൗ മച്ച്, നമ്മൾ ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു പ്രിഫറൻസ് ഡിവിഡൻഡ് 4,000 rupees. So out of this 4,000 60%, why we are taking 60%? ഇവിടെ നോക്കൂ, 40% ആണ് പാരന്റ് കമ്പനി എടുക്കുന്നത്, ബാലൻസ് 60% എൻ സി ഐ പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഔട്ട്സൈഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പ്രിഫറൻസ് ഷെയർസ് ഹൗ മച്ച് 60%. സോ ഡിവിഡൻഡിലെ 60% ആർക്കുള്ളതാണ്, ഔട്ട്സൈഡേഴ്സിനുള്ളതാണ്. സോ ഷെയർസ് ഇൻ ദ പ്രിഫറൻസ് ഡിവിഡൻഡ് 4,000 into 60% 2,400. So by adding all these 5 items you will get NCI, total NCI at the end എന്ന് പറയുന്നത് എത്രയാണ് 1,24,500. ഓക്കെ, സോ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എൻ സി ഐ എന്ന് പറയുന്നത് 1,24,500. Okay, now after that NCI session, now we will go for goodwill or bargain purchase. goodwill അല്ലെങ്കിൽ bargain purchase ലേക്ക് പോവാം. അപ്പോൾ ഇവിടെയും ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡല്ല, നെക്സ്റ്റ് തേർഡ് മെത്തേഡിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും, കാരണം ഇവിടെ പ്രിഫറൻസ് ഷെയർസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വില്ല് ആദ്യത്തെ ഐറ്റം എന്താണ്, കൺസിഡറേഷൻ പെയ്ഡ് ഇവിടെ എത്രയാണെന്ന് നോക്കൂ. കൺസിഡറേഷൻ പെയ്ഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2,50,000 isn't it? സോ 2,50,000 in the outer column. ഇനി ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ട ഇന്നർ കോളത്തിലേക്ക് എടുക്കേണ്ട ഐറ്റം ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ ഇക്വിറ്റി ഷെയർസിൽ പാരന്റ് കമ്പനി ഹെൽഡ് ചെയ്യുന്ന ഷെയർസ് എത്രയാണ് 2,50,000. ഇവിടെ ടോട്ടൽ ഇക്വിറ്റി ഷെയർസ് 2,50,000 ആണ്. ഔട്ട് ഓഫ് ദിസ് 2,50,000 പാരന്റ് കമ്പനിയുടെ ഹോൾഡിംഗ്സ് പറയുന്നത് എത്രയാണ് 70% ആണ്. സോ 2,50,000 70% എന്ന് പറയുമ്പോൾ 1,75,000. ദെൻ പ്രിഫറൻസ് ഷെയർസിൽ ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് ഇവിടെ പ്രിഫറൻസ് ഷെയർസിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് 40% ആണ് ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയർസ് എത്രയാണ് ഔട്ട് ഓഫ് ദിസ് 50,000
50,000 40% ആണ് ആരുടെ പാരന്റ് കമ്പനിയുടെ. സോ ഗുഡ് വിൽ യൂഷ്വലി റിലേറ്റിംഗ് ടു പാരന്റ് കമ്പനിയാണ് നമ്മൾ എടുക്കുന്നത്. NCA റിലേറ്റിംഗ് ടു ഔട്ട്സൈഡേഴ്സ്, ഗുഡ് വിൽ റിലേറ്റിംഗ് ടു പാരന്റ് കമ്പനിയാണ്. സോ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ 50,000 40% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 20,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് വേറൊരു എമൗണ്ട് ആണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? ഇവിടെ നോക്കുക, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 36,000. സോ 36,000 70%. സോ ഇറ്റ് വിൽ ബിക്കം 25,200. സോ ഈ 2,50,000 ഈ 3 ഐറ്റം പ്ലസ് ചെയ്യുക. ഈ 3 ഐറ്റം പറയുമ്പോൾ 1,75,000 പ്ലസ് 20,000 plus 25,200. So totally 2,20,200. So 2,50,000 minus 2,20,200. So your goodwill will be, you are getting a positive answer. Being it is a positive, it is a goodwill. Goodwill എത്രയാണ്? 29,800. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കൺസിഡറേഷൻ പെയ്ഡ് എന്ന് എന്തെല്ലാം മൈനസ് ചെയ്യണം? ഇക്വിറ്റി ഷെയർസിൻ്റെ ഷെയർ, അതുപോലെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഷെയർ, ദെൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഷെയർ. ഇത് മൂന്നും കൂടെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് വിച്ച് വൺ? ഗുഡ് വില്ല് കിട്ടും. ഓക്കെ, അപ്പോൾ ഗുഡ് വിൽ 29,800. ദാറ്റ് ഈസ് 2,50,000 മൈനസ് 2,20,200. സോ ദാറ്റ് 29,800 ഈസ് ദ ഗുഡ് വിൽ. Now we will go for so workings കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. Okay, so give the heading consolidated balance sheet as on 31st March 2020. ഇവിടെ നമുക്ക് എമൗണ്ട് കോളം എന്ത് ചെയ്താൽ മതി? 2 എമൗണ്ട് കോളം, ഇന്നർ കോളം ആൻഡ് ഔട്ടർ കോളം ആയിട്ട് എമൗണ്ട് കോളം കൊടുക്കാം. സോ അതിൽ ഫസ്റ്റ് വൺ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ലയബിലിറ്റി സൈഡാണ് നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ആദ്യം ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ ആരുടെ മാത്രം എടുത്താൽ മതി? പാരന്റ് കമ്പനിയുടെ മാത്രം എടുത്താൽ മതി. സബ്സിഡറി കമ്പനിയുടെ വി ഷുഡ് നോട്ട് ടേക്ക് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ സബ്സിഡറി കമ്പനി. നമ്മൾ ആദ്യം ടിപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഷെയർ ക്യാപിറ്റൽ 8 lakh rupees. നൗ റിസർവ്സ് ആൻഡ് സർപ്ലസ്. അണ്ടർ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഇവിടെ പാരന്റ് കമ്പനിയുടെ റിസർവ് എത്രയാണ്? 1,90,000. ഈ 1,90,000 കൂടെ നമുക്ക് മറ്റുള്ള റിസർവ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ആഡ് ചെയ്യാനുണ്ട്. എന്തെല്ലാം റിസർവ്സ് ആണ് ആഡ് ചെയ്യാനുള്ളത്? ദാറ്റ് ഈസ് സർപ്ലസ്. ഇവിടെ നോക്കാം, പാരന്റ് കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് 1,90,000 പ്ലസ് 80,000. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ഷെയർ ഇൻ ദ സബ്സിഡറി റവന്യൂ പ്രോഫിറ്റ്. സബ്സിഡറി റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഷെയർ 21,000 എത്ര പെർസെൻറ്റേജ്? 70%. സോ ഇറ്റ് വിൽ ബിക്കം ഹിയർ യു സി 21,000 70%. കാരണം പാരന്റ് കമ്പനിയുടെ ഷെയർ പറയുന്നത് 70% ആണ്. സോ ഇറ്റ് ഈസ് 14,700. ഇവിടെ എമൗണ്ട് വന്നിട്ട് ഇന്നർ കോളത്തിൽ പറയുമ്പോൾ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. യു ഹാവ് ടു റൈറ്റ് അലോ ഹിയർ. ഇവിടെ ഇത് കേട്ടോ, ജനറൽ റിസർവ് 1,90,000 പ്ലസ് 80,000 പ്ലസ് 14,700. ദിസ് ഇസ് ദ ഷെയർ ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഷെയർ ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. Post acquisition profit share, that is 21,000 into, how you got this one? 21,000 into 70% post acquisition profit share. Then preference dividend. Preference dividend നമ്മൾ എടുക്കണം. Preference dividend is how much? That is 4,000 40%. Preference dividend 4,000. Out of this 4,000 അതിൻ്റെ 40% ആണ് എടുക്കേണ്ടത്. ഓക്കെ, കാരണം 60% ആരെടുത്തിട്ടുണ്ട്? NCAയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ബാലൻസ് 40% നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. സോ ഇതെല്ലാം കൂടെ ഇവിടെ നോക്കും, 1,90,000 റിസർവ്സിന് ഈ സർപ്ലസും ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാൻ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 2,86,200. So under reserves and surplus, totally you are getting 2,86,300. എങ്ങനെയാണ്? 1,90,000 plus 80,000 plus 14,700 plus 1,600. So altogether you will be getting 2,86,300 reserves and surplus. Then NCA, non-controlling interest, we already calculated how much? 1,24,500. So NCA 1,24,500. Then current liabilities. Current liabilities parent company and subsidiary company rendu kuda add cheya 1,80,000 plus 39,000, so that it is 2,19,000.
സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലയബിലിറ്റി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് എത്രയാണ് 14,29,800. ഇസ് ഇറ്റ് ക്ലിയർ? കറന്റ് ലയബിലിറ്റിയിൽ പാരന്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെ രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇവിടെ NCA ഫ്രം ദ വർക്കിംഗ്സ് ഹിയർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 1,24,500. ദാറ്റ് ഈസ് ദ NCA. Now total liability കഴിഞ്ഞു. Then asset. Under asset first one is non-current asset. Assets അല്ലെ നോൺ കറന്റ് അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആണ്. ബോത്ത് ദ പാരന്റ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. പാരന്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ എത്രയാണ് 10 lakh plus 4 lakhs, so 14 lakhs. ഓക്കെ, പാരന്റ് കമ്പനിയുടെ 10 lakh സബ്സിഡറി കമ്പനിയുടെ 4 lakh 14 lakhs. Then goodwill already we have calculated here 29,800. Goodwill 29,800. So whether we are having current asset here, no current asset. നമ്മളുടെ നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നോ നീഡ്. കാരണം നമ്മൾ ഓൾറെഡി ടിപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റും എടുക്കാൻ പാടില്ല, ക്യാപിറ്റലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നോ നീഡ് ഓഫ് ടേക്കിംഗ് ദ നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്. സോ നൗ അവർ ടോട്ടൽ asset side is how much? 14,29,800.